കാവ്യവൽക്കരണം അനുവദിക്കില്ല ക്യാമ്പസുകളിൽ എന്ന മുദ്രാവാക്യങ്ങളുമായി ഇപ്പോൾ അഡ്മിനിസ്ട്രേഷൻ വിഭാഗമാണ് കണ്ണൂർ സർവകലാശാലയുടെ അഡ്മിനിസ്ട്രേഷൻ വിഭാഗം ഓഫീസിലേക്ക് ഇപ്പോൾ SFI പ്രവർത്തകർ എത്തുകയാണ്. പ്രവർത്തകർക്ക് സ്വാഭാവികമായും ആ ബാരിക്കേഡ് മറികടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ പോലീസിന്റെ ജലപീരങ്കിയുടെ സമയത്ത് പരിക്കൊക്കെ പറ്റിയിട്ടുണ്ട്. ആ പരിക്കൊക്കെ അവഗണിച്ച് ചോരയിട്ട് വീഴുന്നുണ്ട് കൈകളിൽ നിന്ന്. പക്ഷെ അതൊക്കെ അവഗണിച്ചുകൊണ്ട് പ്രതിഷേധവുമായി മുന്നോട്ട് പോവുകയാണ്. RSS ഏജന്റാണ് കണ്ണൂർ സർവകലാശാല VC KK സാജു എന്ന് പറഞ്ഞുകൊണ്ട് മുദ്രാവാക്യം വിളികളുമായി SFI പ്രവർത്തകർ ഇപ്പോൾ VCയുടെ ഓഫീസിന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ്. പോലീസ് അവിടെയുണ്ട്. പോലീസിന് പക്ഷേ ഇതുവരെ അവരെ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. ഇനി നിയന്ത്രിക്കാൻ കഴിയുമോ എന്നാണ് അറിയേണ്ടത്. ഫെലിക്സ് നമുക്കിപ്പം വിവരങ്ങളുമായി തുടരുന്നുണ്ട്. ഫെലിക്സ്, ഓഫീസിനകത്ത് VC ഉണ്ടോ? ഓഫീസിനകത്ത് VC ഉണ്ടോ എന്നത് വ്യക്തതയില്ല. ഏതായാലും ഈ SFI പ്രവർത്തകർ ഓഫീസിന് തൊട്ട് പുറത്തായി കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ്. നേരത്തെ ഓഫീസിനുള്ളിലേക്ക് ഈ പ്രവർത്തകർ കയറും എന്ന സൂചന പോലീസിന് ലഭിച്ചിരുന്നു. അതുകൊണ്ട് വൻ പോലീസ് സന്നാഹം ഈ VCയുടെ ഓഫീസിന് തൊട്ട് പുറത്തായി നിലയുറപ്പിച്ചിരുന്നു. അതായത് മെയിൻ ഗേറ്റ് ഒന്നും തന്നെ തുറന്നു കൊടുത്തില്ല. ജനലും വാതിലും തല്ലിപ്പൊളിച്ച ശേഷമാണ് ഗേറ്റ് തകർത്ത ശേഷമാണ് SFI പ്രവർത്തകർ VCയുടെ ഓഫീസിന് മുന്നിലേക്ക് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. VCയുടെ ഓഫീസിന് മുന്നിൽ പ്രവർത്തകർ ഇപ്പോൾ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ്. വൻ പോലീസ് സന്നാഹം ഏതായാലും സ്ഥലത്ത് നിലയുറപ്പിച്ചിട്ടുണ്ട്. ഒപ്പം ഈ ആസ്ഥാനത്ത്, അതായത് സർവകലാശാല ആസ്ഥാനത്ത് സർവകലാശാലയുടെ സെക്യൂരിറ്റി ഓഫീസേഴ്സുമുണ്ട്. ഏതായാലും വലിയ പ്രതിഷേധം SFIയുടെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്നതാണ്. അതായത് പല തവണകളായി, അതായത് ഈ മാർച്ച് പോലീസ് തടയാൻ പലയിടങ്ങളിൽ ശ്രമിച്ചു. ഒന്ന്, സർവകലാശാലയുടെ കോമ്പൗണ്ടിന് പുറത്ത് ബാരിക്കേഡ് കെട്ടി ഈ പ്രതിരോധം എടുത്തു. പക്ഷെ ബാരിക്കേഡ് മറികടന്നുകൊണ്ടാണ് പ്രവർത്തകർ ഉള്ളിലേക്ക് കടന്നത്. അങ്ങനെ പ്രവർത്തകർ ഉള്ളിലേക്ക് കടന്നതിന് ശേഷം വീണ്ടും ഈ ഗേറ്റും ഒപ്പം തന്നെ ജനലും തല്ലി തകർത്തതിനു ശേഷം ഈ പ്രവർത്തകർ ഉള്ളിലേക്ക് കടക്കുകയാണ് ഉണ്ടായത്. അതായത് സർവകലാശാലയിൽ ഈ പറയുന്ന VC ഇരിക്കുന്ന ഓഫീസിന് തൊട്ട് പുറത്ത് വരെ ഇപ്പോൾ SFI പ്രവർത്തകർ എത്തിയിട്ടുണ്ട്. അവരവിടെ കുത്തിയിരുന്നുള്ള പ്രതിഷേധമാണ് SFI പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നത്. ഈ ചില്ലടക്കം തകർത്തു. പ്രവർത്തകർക്ക് പരിക്കുമേറ്റു. അവിടെ പോലീസ് ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു, ഒപ്പം സർവകലാശാലയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു. അവർക്കൊന്നും തന്നെ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. അവരെ കയ്യേറ്റം ചെയ്യുന്ന സ്ഥിതി വിശേഷം വരെ ഉണ്ടായി. ഏറ്റവും ഒടുവിലാണ് ഇപ്പോൾ പ്രവർത്തകർ ഈ VCയുടെ ഓഫീസിന് തൊട്ട് പുറത്തായി ഇപ്പോൾ നിലയുറപ്പിച്ചിട്ടുള്ളത്. അവിടെ കുത്തിയിരുന്ന SFI പ്രവർത്തകരുടെ പ്രതിഷേധം ഇപ്പോഴും നടക്കുകയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ പലതവണ ജലപീരങ്കി പ്രയോഗിച്ചു. പക്ഷെ ജലപീരങ്കി പ്രയോഗിച്ചിട്ടും പ്രവർത്തകർ പിന്തിരിഞ്ഞു പോകാൻ തയ്യാറായില്ല. അങ്ങനെ പ്രവർത്തകർ ഇവിടേക്ക് പാഞ്ഞെടുക്കുകയാണ് ഉണ്ടായത്. ധാരാളം പ്രവർത്തകർ ഈ പ്രതിഷേധത്തിൽ പങ്കെടുത്തു. അതായത് ഈ സർവകലാശാലകളെ കാവ്യവൽക്കരിക്കുന്നു എന്നൊപ്പം ഗവർണറുടെയും VCയുടെയും സമീപനങ്ങൾക്കെതിരെയാണ് അതിശക്തമായ പ്രതിഷേധം SFIയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ പ്രവർത്തകർ VCയുടെ ഓഫീസിന് മുമ്പ് കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്നു. കുറച്ച് മറ്റു വിദ്യാർത്ഥികൾ SFI പ്രവർത്തകർ ഗേറ്റിന് പുറത്തും ബാരിക്കേഡിന് സ്ഥാപിച്ചതിന്റെ തൊട്ടു പിറകിലായി അവർ മുദ്രാവാക്യം വിളിക്കുന്നുണ്ട്. അങ്ങനെ സംഘർഷഭരിതമാണ് കണ്ണൂർ സർവകലാശാല ആസ്ഥാന പരിസരം. സംഘർഷഭരിതമാണ് കണ്ണൂർ സർവകലാശാല ആസ്ഥാന മന്ദിരം. അത് നമ്മളോട് ഈ ദൃശ്യങ്ങൾ പറയുന്നുണ്ട്. പോലീസ് അവിടെയുണ്ട്. പക്ഷേ പോലീസിന് ഇപ്പോൾ ശാന്തമായി സർവകലാശാല VCയുടെ ഓഫീസിന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ്, മുദ്രാവാക്യം വിളിക്കുകയാണ് SFI പ്രവർത്തകർ. കണ്ണൂർ സർവകലാശാല VC RSS ഏജന്റിനെ പോലെ പ്രവർത്തിക്കുന്നു, ക്യാമ്പസുകളെ കാവ്യവൽക്കരിക്കാൻ അനുവദിക്കില്ല എന്നുള്ള മുദ്രാവാക്യം വിളികളുമായി SFI പ്രവർത്തകർ ഇപ്പോൾ VCയുടെ ഓഫീസിന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ്. VC ഓഫീസിനകത്തില്ല എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്ന കാര്യം. 2 ദിവസം മുൻപാണ് നമ്മുടെ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ കണ്ണൂരിലേക്ക് വന്നിരുന്നു. ആ സമയത്ത് കണ്ണൂർ സർവകലാശാല VCയുമായി ഗസ്റ്റ് ഹൗസിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അന്നും വ്യാപകമായ പ്രതിഷേധം ഉണ്ടായിരുന്നു. യുവജന സംഘടനകളുടെ ഭാഗത്തു നിന്ന് KSUയും SFIയും വന്ന് പ്രതിഷേധിച്ചിരുന്നു. ഇന്നിപ്പോൾ സംസ്ഥാന വ്യാപകമായി തന്നെ വലിയ പ്രതിഷേധത്തിലേക്ക് SFI നീങ്ങിയിട്ടുണ്ട്. അതിന്റെ ഭാഗമായി കണ്ണൂർ സർവകലാശാലയിലേക്ക് അപ്പോൾ വലിയ ആൾക്കൂട്ടവുമായി അല്ലെങ്കിൽ വലിയ ജനസഞ്ചയവുമായി തന്നെയാണ് ഇപ്പോൾ SFIയുടെ ഈ പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുന്നത്.
മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് SFIയുടെ പ്രതിഷേധം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. RSS ഏജന്റാണ്, ക്യാമ്പസുകളിൽ കാവ്യവൽക്കരണം അനുവദിക്കില്ല എന്നുള്ള ശക്തമായ മുദ്രാവാക്യങ്ങൾ. കണ്ണൂരാണ്, ഇത് കണ്ടോളൂ എന്ന് പറഞ്ഞുകൊണ്ട് SFI മുദ്രാവാക്യങ്ങൾ കേൾക്കാം നമുക്ക്. ശക്തമായ മുദ്രാവാക്യം വിളികളുമായി SFIയുടെ പ്രതിഷേധം മുന്നോട്ട് പോവുകയാണ്. ഫെലിക്സ് തുടരുന്നുണ്ട്. ഫെലിക്സ്, അവിടെ കണ്ണൂർ VC ഇല്ല, ആ ഓഫീസിനകത്ത് ഇല്ലെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പോലീസ് ഇനി എന്താണ് ഇവിടെ കുത്തിയിരുന്ന് പ്രതിഷേധം കഴിയുമ്പോൾ മടങ്ങിപ്പോയിക്കോട്ടെ എന്നാണോ? പോലീസ് ഏതായാലും പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കാൻ ശ്രമം നടത്തുന്നതാണ്. ഇപ്പോൾ ഏതായാലും വലിയ പോലീസ് സന്നാഹം കൂടുതലായി സർവകലാശാലയുടെ ആസ്ഥാനത്തേക്ക് ഗവർണറുടെ ഓഫീസിൽ തൊട്ട് മുൻപിൽ കുത്തിയിരിക്കുന്ന പ്രവർത്തകരെ അവിടെ നിന്നും അറസ്റ്റ് ചെയ്ത് നീക്കാൻ കൂടുതൽ സേന ഇവിടേക്ക് എത്തിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നത്. ഏതായാലും പ്രവർത്തകർ പിന്തിരിഞ്ഞു പോകാൻ തയ്യാറല്ല. മുദ്രാവാക്യം വിളിച്ച് പ്രതിഷേധം അവസാനിപ്പിക്കാനും പ്രവർത്തകർ തയ്യാറല്ല. അതുകൊണ്ട് തന്നെ ഈ വൻ പോലീസ് സന്നാഹത്തെ ഇവിടെ എത്തിച്ച് പ്രവർത്തകരെ മുഴുവൻ അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള ശ്രമത്തിലേക്കാണ് ഇപ്പോൾ പോലീസ് നീങ്ങുന്നത്. വലിയ രീതിയിലുള്ള പങ്കാളിത്തം, പ്രവർത്തകരുടെ പങ്കാളിത്തം പ്രത്യേകിച്ച് ഈ മാർച്ചിലുണ്ടായിരുന്നു. കണ്ണൂർ സർവകലാശാല ആസ്ഥാനത്തേക്ക് നടത്തിയ മാർച്ചിൽ കണ്ണൂർ സർവകലാശാലയുടെ ഭാഗമായ കാസർഗോഡ് ജില്ലയിൽ നിന്നുള്ള കോളേജുകളിൽ നിന്നടക്കമുള്ള വിദ്യാർത്ഥികൾ ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായി പങ്കെടുക്കാൻ ഇവിടെ എത്തിയിരുന്നു. അതുകൊണ്ട് വൻ പ്രവർത്തകരുടെ പങ്കാളിത്തം ഉണ്ടായിരുന്നു. പോലീസിന്റെ സന്നാഹവുമുണ്ട്. പക്ഷേ ഈ പ്രവർത്തകർ ഈ രീതിയിൽ ഇത്രയധികം ആളുകൾ ഇതിനുള്ളിലേക്ക് VCയുടെ ഓഫീസിന് മുൻപിലേക്ക് ബാരിക്കേഡ് മറികടന്ന് എത്തുമെന്ന് ഒരുപക്ഷെ പോലീസ് പ്രതീക്ഷിച്ച് കാണില്ല. ഏതായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പ്രവർത്തകർ ഏതായാലും പിന്തിരിഞ്ഞു പോകാൻ തയ്യാറല്ല. ഈ ഗവർണർക്കെതിരെയും VCക്കെതിരെയും ശക്തമായ മുദ്രാവാക്യമാണ് പ്രവർത്തകരുടെ ഭാഗത്തും ഉണ്ടാകുന്നത്. ഗവർണറും VCയും ചേർന്ന് സർവകലാശാലകളെ കാവ്യവൽക്കരിക്കുന്നു. RSS നയമാണ് ഗവർണർ നടപ്പിലാക്കുന്നത്. ഗവർണർ VCയുമായി കഴിഞ്ഞ ദിവസം അനൌദ്യോഗികമായി നടത്തിയ കൂടിക്കാഴ്ചയടക്കം കാവ്യവൽക്കരണത്തിന്റെ ഭാഗമാണ് നടത്തുന്ന ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് പ്രതിഷേധം. അതെ, കഴിഞ്ഞ ദിവസമാണ് ഭാഷാ വിഭാഗങ്ങളൊക്കെ അടച്ചുപൂട്ടാനുള്ള ഒരു തീരുമാനം. അതിനെതിരെയും വ്യാപകമായ പ്രതിഷേധം ഇപ്പോൾ SFIയുടെ ഭാഗത്ത് നിന്ന് ഉയരുന്നുണ്ട്.